It is indeed a privilege to spend the New Year's Eve of 2025 with probably the closest bunch of people in my life. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുപ്പമുള്ള നിങ്ങളോടൊപ്പം ഈ 2025 തലേന്നാള് സായാഹ്നത്തില് ഇങ്ങനെ കൂടി വരാൻ കഴിഞ്ഞത് ഒരു പദവിയായി കരുതുന്നു. To be frank with you, we typically don't have a meeting like this in the United States in the English assemblies, and so this has been a while for me. അമേരിക്കയില് പങ്കെടുക്കുന്ന സഭകളില് ഇങ്ങനെ വാസ്നൈറ്റ് സർവീസുകൾ ക്രമീകരിക്കുന്ന ഒരു രീതിയില്ല. അതുകൊണ്ട് വളരെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സായാഹ്നത്തിലായിരിക്കുന്നത്. Because our time is very short, we're going to try to take off and go to Mark 3 and finish it up as quickly as possible. സമയം കുറവായതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. So we're now going to read the portion. If you could all turn your Bibles to Joshua chapter 3 and keep your thumb there for 1 through 17, and we'll pick some verses as we move along. നമ്മള് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 17 വരെയുള്ള ഭാഗത്തിൽ കേന്ദ്രീകരിച്ചാണ് ശുശ്രൂഷ. നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറന്നു വയ്ക്കാൻ അപേക്ഷിക്കുന്നു. I have titled this message "Our Sustained Entry to the Future." Our sustained entry to the future. Okay, സംരക്ഷിക്കപ്പെട്ട ഭാവിയിലേക്കുള്ള ഒരു പ്രവേശനം എന്നാണ് ഇന്നത്തെ സെഷന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. We are just a few minutes away from 2024 becoming a past year, and when we look at that pivotal moment, when we look back, it's past, and when we look forward, it's future. നമ്മൾ ഏതാനും നിമിഷങ്ങളിലുള്ള 2024 ഒരു കഴിഞ്ഞ കാലമായിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെ പിന്നോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ കാലവും മുന്നോട്ട് നോക്കുമ്പോൾ ഭാവി കാലവും എന്നുള്ള അവസ്ഥയിലായിരിക്കും. Have you ever considered that we are in a constant dynamic state, always entering the future? നമ്മൾ എല്ലായ്പ്പോഴും ഭാവിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്ന ചലനാത്മകമായ ഒരു അവസ്ഥയിലാണെന്നുള്ളത് ചിന്തിക്കാറുണ്ടോ? The very minute ahead of you is actually future. നിങ്ങളുടെ തൊട്ടു മുന്നിലുള്ള മിനിറ്റ് ഭാവിയിൽ പെട്ടതാണ്. And when we get there, that minute becomes past and the next minute becomes future. നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ നിമിഷം കഴിഞ്ഞ നിമിഷമായിട്ട് മാറും, പിന്നത്തെ നിമിഷം ഭാവി നിമിഷമായിട്ട് വരും. From a human perspective, the problem with future is that even the best predictive analytics of the future can be very wrong. നമ്മുടെ ഭാവി കാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഏറ്റവും മെച്ചമായ പ്രവചനങ്ങൾ പോലും ശരിയാകണമെന്നില്ല. So with that in mind, we are going to look at Joshua chapter 3. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോകാം. Just to give you the context, Israelites were at the tail end of their 40-year wilderness journey. ഇതാ ഇസ്രായേൽ മക്കള് തങ്ങളുടെ 40 വർഷ മരുഭൂ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. Almost all of the ones who started out from Egypt has perished in the wilderness, and this is a new generation. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട മിക്കപേരും ഇതാ നശിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു പുതിയ തലമുറയാണ് ഇപ്പോഴുള്ളത്. Israelites are at a crucial point of their journey. They came and encamped at the place called Shittim or Acacia Grove. അവരുടെ യാത്രയുടെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അവരിപ്പോഴ് ഷിത്തീം എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. The journey of 40 years wandering and the various aspects of their faithfulness and unfaithfulness and all of those are coming to an end, and they're stationed in their last encampment before they look forward to the future and enter the promised land. 40 വർഷത്തെ അനിശ്ചിതത്വവും അവിശ്വസ്തതയും അതെല്ലാം ഇങ്ങനെ ഇതാ അവസാനിച്ച് അവരുടെ അവസാനത്തെ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് നോക്കി ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നത് അവർ കാത്തിരിക്കുകയാണ്. From this place, Joshua sends 2 spies into Jericho, and they come back with great news. They have been helped by the prostitute Rahab, and they come back with great news. ഷിത്തീമിൽ നിന്ന് യോശുവ രണ്ട് പേരെ അവിടെ ഉറ്റുനോക്കുവാൻ അയക്കുകയാണ്. ഒരു വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ട് മടങ്ങി വരുവാണ്. അവിടെയുള്ള രാഹാബ് എന്ന് പറഞ്ഞ വേശ്യ അവരെ സഹായിക്കുകയും ചെയ്തു. In chapter 2 verse 24, the 2 spies gives
the news, and they say that everyone who lives in the land is also panicking because of us. The Lord has handed over the entire land to us. 22-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് അവര് തിരികെ കൊണ്ടുവരുന്ന സന്ദേശം നമുക്ക് വായിക്കാൻ കഴിയും. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം. ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഒരുങ്ങിപ്പോകുന്നു എന്ന് അവർ യോശുവയോട് പറഞ്ഞു. The thing with Shittim is that it is lined with acacia wood, and so there is a level of shade and comfort there. അവിടെ ഒരു പ്രത്യേകതരം വൃക്ഷങ്ങള് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഷിത്തീം. ആൽമരം പോലുള്ള മരം. അതുകൊണ്ട് തന്നെ അവിടെ വളരെ തണലുള്ള ഒരു ദേശമാണ്. And they have been camping there for quite some time now. അവിടെ അവര് ഇപ്പോഴ് വളരെ കുറച്ച് അധികം സമയം ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. And when the report from the spies came, Joshua makes a decision, and he says, "Let's get up in the morning and move toward Jordan." ചാരന്മാരിൽ നിന്നുള്ള വർത്തമാനം ലഭിക്കുമ്പോഴ് യോശുവ തീരുമാനമെടുക്കുകയാണ്, നമുക്ക് ഉടനെ തന്നെ യോർദാൻ നദി കടന്ന് അക്കരെ എത്താമെന്ന്. So verses 1 through 4, we're not going to read it. You can look through your Bible as we speak up here. Number 1, it is time to leave the comfort of Shittim. നമുക്ക് 3-1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയൊന്നാം. വായിക്കാനായിട്ട് സമയമില്ലല്ലോ. അതിൽ നിന്ന് ചില പോയിന്റുകൾ പറയട്ടെ. ഒന്നാമതായിട്ട് ഷിത്തീമിന്റെ ആ സുഖകരമായ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. All the years of wilderness journey, and the final point, these Israelites were getting a little too comfortable staying at that place. ഈ 40 വർഷത്തെ യാത്രയ്ക്കൊടുവില് ഇതുവരെയുള്ള യാത്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് കുറച്ച് സുഖകരമായ ഒരു വാസം ലഭിക്കുകയാണ്. For the Israelites, this place was a place where they learned of the continued faithfulness of God. ഇവിടെയും അവര് ദൈവത്തിന്റെ തുടർമാനമായിട്ടുള്ള വിശ്വസ്തത ആസ്വദിച്ചറിയുകയാണ്. It was a place where many sinned. Some of them sinned and incurred the wrath of God. ഇവിടെ അവരിൽ ചിലര് പാപം ചെയ്ത് ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത്തി. And I don't have time to look at all the verses. It was a place where military victories over Midianites happened. ഈ ഭാഗങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് നേരമില്ലല്ലോ. ഇവിടെ വെച്ച് ചില യുദ്ധത്തിൽ വിജയം ലഭിക്കുകയും ചെയ്തു. മിദ്യാന്യരെ അവർ പരാജയപ്പെടുത്തിയായിട്ട് നമ്മൾ കാണുന്നു. It was also where they saw God's providence of their mission through the new leadership under Joshua. മാത്രമല്ല ഇവിടെ ദൈവത്തിന്റെ കരുതലിന്റെ കരങ്ങള് പുതിയ നേതൃത്വത്തിലൂടെ അവർ കാണുകയാണ്. യോശുവ ഇതാ പുതിയ നേതാവായി വന്നിരിക്കുന്നു. Their destination actually was Gilgal, across the river in Canaan. വാസ്തവത്തില് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പുഴയ്ക്ക് അക്കരെയുള്ള ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. The future in Canaan was just a few miles away, but Shittim was a very comfortable place and they wanted to stay there. അവർക്ക് പോകേണ്ട സ്ഥലം വളരെ അടുത്താണ്. എന്നാലും ഈ ഷിത്തീം എന്ന് പറഞ്ഞ അവർക്ക് വളരെ സുഖകരമായ ഒരു സ്ഥലമാണ്. They got used to the place. അവര് അവിടുമായിട്ട് വളരെ പരിചിതരായി. Some of them may have asked the question after the victory over Midianites, why do we need to move any further? We are at a good place. ഒരു പക്ഷേ മിദ്യാന്യരെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരിൽ ചിലർ ചോദിച്ചു കാണും, നമ്മൾ എന്തുകൊണ്ട് അക്കരയ്ക്ക് പോകണമെന്ന്. And another interesting thing, if you think Shittim was comfortable, the journey from Shittim to Jordan was also a very smooth, not a rugged terrain, a very smooth journey. ഒരു രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഷിത്തീമിൽ നിന്ന് യോർദാൻ കടന്നുള്ള യാത്രയും വളരെ സുഖകരമായ ഒരു യാത്രയാണ്. വലിയ മലകളും കുന്നുകളും ഒന്നും ഉള്ളതല്ല. So brothers and sisters, as we gaze into the future of us, that is 2025, just ahead of us, ask yourself the question, am I too comfortable at my last encampment? നമ്മള് 25 കടക്കാനായിട്ട് ആഗ്രഹിച്ച് ഈ സ്ഥലത്തായിരിക്കുമ്പോഴ് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക, കഴിഞ്ഞ ക്യാമ്പില് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ സുഖകരമായിട്ട് ഇരിക്കുന്നുവോ? I don't know what is your Shittim, but all of us have such places. നിങ്ങളുടെയൊക്കെ അവസ്ഥ എനിക്കറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടാകാറുണ്ട്. Do I love my stay at my Shittim too much? എന്റെ ഷിത്തീമിലുള്ള എന്റെ വാസം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുവോ? After all, it's been a long journey through the wilderness. Let's take rest.
ഇതുവരെയുള്ള യാത്ര വളരെ ദീർഘമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അല്പം വിശ്രമം എടുത്ത് കളയാം. And in the case of Israelites, it was the physical journey. In our case, it's a spiritual journey. ഇസ്രായേലിനെ സംബന്ധിച്ച് ഭൗതികമായിട്ടുള്ള യാത്രയായിരുന്നു അവർക്ക് വിഷമമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആത്മീയ യാത്രയാണ്. I have experienced the highs and lows in my spiritual journey, and I'm finally ready to just rest. ഞാൻ എന്റെ ജീവിതത്തിലെ ആത്മീയ യാത്രയിലെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. ഞാനിപ്പോഴേ ഒരു വിശ്രമം എടുക്കട്ടെ. But Shittim is not our final destination. എന്നാൽ സിറ്റീം അല്ല നമ്മളുടെ അവസാനത്തെ ലക്ഷ്യം. We have got to move and cross the Jordan. നമ്മൾ മുന്നോട്ട് പോയി യോർദാൻ കടക്കേണ്ടതുണ്ട്. So the next point then is, before Gilgal there is Jordan. എന്നാൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗിൽഗാലിന് മുമ്പേ ഒരു യോർദാൻ ഉണ്ട് എന്നുള്ളതാണ്. We read that they left the camp very early in the morning, and I assume that it was still dark. നമ്മളിവിടെ വായിക്കുന്നുണ്ട് ഒരു അതിരാവിലെ പുറപ്പെട്ടെന്ന്. അപ്പോൾ ഇരുട്ടുള്ള സമയമായിരിക്കണമല്ലോ. But as they approached Jordan, the day broke and sunlight was hitting them, and what they saw was horrifying. എന്നാൽ അവര് യോർദാനിൽ എത്തിയപ്പോഴത്തേക്ക് പ്രകാശം നന്നായിട്ടുണ്ടായിരിക്കണം. അവര് കണ്ട ദൃശ്യം ഭയാനകമായിരുന്നിരിക്കണം. It was harvest time, verse 15 says that, and the river was it was flooding, and it was going over banks, especially the marshy areas of the bank where it was not even traversable. Water is covering, and swift current of the Jordan River is what they woke up to, or what they arrived at. 3:15 കാണുന്നത് പോലെ അത് കൊയ്ത്തുകാലമായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള ചതുപ്പ് നിലങ്ങളിലൂടെയൊക്കെ വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നിരിക്കണം. കടന്നു പോകാൻ വളരെ വിഷമമുള്ള ഒരവസ്ഥ. Here's the scene. Jordan swelled the banks, spreading about a mile across the width of the river, ranging at some places 3 feet, some places about 12 feet. ആ സമയത്ത് കവിഞ്ഞൊഴുകുന്ന യോർദാന് 1 കിലോമീറ്റർ വരെയുള്ള ദൂരം കുറുകെ ഉണ്ടായിരിക്കും. അതില് 3 അടി മുതൽ 12 അടി വരെയുള്ള ആഴമുള്ള സ്ഥലങ്ങള് ഉണ്ടായിരിക്കും. There was very thick undergrowth under the water, which makes passing someone walking can trip and fall, and then the current will take them downstream. വെള്ളത്തിന് അടിയില് വളരെ സസ്യങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ജലപ്രവാഹങ്ങളൊക്കെ ചുഴികളൊക്കെ അടിയിലുണ്ടായിരിക്കാം. അതിലെ കടന്നു പോകുന്നത് വളരെ ദുഷ്കരം തന്നെയാണ്. This was the sight that greeted the multiple hundreds and thousands of people who had pitched their tent on the banks of Jordan. യോർദാന്റെ തീരത്തെത്തിയ ജനങ്ങള് കണ്ട കാഴ്ച ഇതൊക്കെ ആയിരുന്നിരിക്കണം. And they had to wait there 3 days watching this. അവരെ 3 ദിവസം ഇത് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കണമായിരുന്നു. There are several aspects of Jordan that I want to share with you. യോർദാന്റെ അനേക കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. Quickly, you cannot get to Gilgal without crossing Jordan. ഒന്നാമതായിട്ട് യോർദാൻ കടക്കാതെ ഗിൽഗാലിൽ എത്താൻ കഴിയുകയില്ല. You cannot get to Jordan without moving from Shittim. ചിറ്റീമിൽ നിന്ന് ചലിക്കാതെ നിങ്ങൾക്ക് യോർദാനിൽ എത്താൻ കഴിയുകയില്ല. Beyond Jordan was uncharted territory. They didn't know anything about what they were about to enter into. യോർദാൻ അക്കരെയാണെങ്കിൽ അവർക്ക് പരിചയമല്ലാത്ത സ്ഥലമാണ്. എവിടെയാണ് അവർ എത്തിപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ല. Jordan was impassable, and it caused delays. They had to wait for 3 days. യോർദാന് കടക്കാൻ പ്രയാസമുള്ള സ്ഥലമാണ്. മാത്രമല്ല 3 ദിവസം അവിടെ താമസിക്കേണ്ടതായിട്ടും വരുന്നു. Passing the Jordan required supernatural intervention. അതുകൊണ്ട് തന്നെ യോർദാൻ കടക്കണമെങ്കിൽ അഭൗമികമായിട്ടുള്ള സഹായം ലഭിച്ചേ പറ്റൂ. And as you will read in that portion that we just mentioned, that they had to consecrate themselves before crossing Jordan. നമ്മൾ ആ ഭാഗത്ത് തന്നെ വായിക്കുന്നത് പോലെ യോർദാൻ കടക്കുന്നതിന് മുമ്പേ അവർ സ്വയം വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. Jordan requires active practice of faith. മാത്രമല്ല യോർദാൻ കടന്നു പോകണമെങ്കിൽ വളരെ ശക്തമായ വിശ്വാസം ഉപയോഗിക്കേണ്ടിയിരുന്നു. And crossing Jordan was a sentinel event, because it closed one chapter and while it opened another chapter. യോർദാൻ കടക്കുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അവരുടെ ജീവിതത്തിലെ ഒരധ്യായം അടയ്ക്കുകയും പുതിയ അധ്യായം തുറക്കുകയും ചെയ്യുകയാണ്. Just as we are about to get into the new year, നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നത് പോലെ Jordan also is a testament to the power of their God.
അവരുടെ ദൈവത്തിന്റെ ശക്തിയുടെ ഒരു സാക്ഷ്യവുമാണ് യോർദാൻ വഹിക്കുന്നത്. And not only the power, but also his presence. മാത്രമല്ല ദൈവത്തിന്റെ ശക്തി മാത്രമല്ല ദൈവത്തിന്റെ സാന്നിധ്യവും. And as we read frequently in the Bible, when these folks looked at Jordan and they saw something of a nature of total impossibility, but our Bible repeatedly says that what is impossible for us with man is possible with God. വേദപുസ്തകത്തിലെ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളത്. ഈ യോർദാനിലേക്ക് നോക്കുമ്പോഴും അത് തന്നെ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. God revealed several steps that must be taken in every impossibilities in our life. എല്ലാ അസാധ്യതകളുടെ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട അനേക കാര്യങ്ങളെ കുറിച്ച് ദൈവം പറയുന്നുമുണ്ട്. And each of the time we will understand that the victory actually belongs to the Lord and not us. ഓരോ സമയത്തും നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്, വിജയം ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല എന്ന്. So to cross Jordan and reach Gilgal, the Israelites must follow the movements of God. അവര് യോർദാൻ കടന്ന് കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ചലനങ്ങളെ പിന്തുടരേണ്ടതായിട്ടുണ്ട്. Instructions were given. Joshua gives them the instruction as the word of God. He says, when you see the ark of the covenant of the Lord your God carried by the Levitical priests, you must break camp and follow it. ലേവ്യ പുരോഹിതന്മാരെ പെട്ടകം ചുമന്നുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ ക്യാമ്പിൽ നിന്ന് എഴുന്നേറ്റ് പിന്തുടരണം എന്ന് യോശുവയിലൂടെ ദൈവവചനം പറയുന്നു. It is very important to follow the ark. പെട്ടകത്തെ പിന്തുടരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. Why is it important to follow the ark? എന്തുകൊണ്ടാണ് പെട്ടകത്തെ പിന്തുടരുന്നത് പ്രധാനമായിരിക്കുന്നത്? What was the three components within the ark? ഈ പെട്ടകത്തിലുള്ള 3 സാധനങ്ങൾ എന്തൊക്കെയാണ്? Tablets of കൽപ്പലകള്, and then what? പിന്നെന്താ ഉണ്ട്? Manna, right? And then Aaron's budded. Okay. അതില് കൽപ്പലകൾക്ക് പുറമെ മന്നായിട്ട പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും ഉണ്ടായിരുന്നു. The ark actually represents our Lord as well. ഈ പെട്ടകം നമ്മുടെ കർത്താവിനെയും പ്രതിനിധീകരിക്കുന്നു. The stone tablets upon which the finger of God had written 10 commandments is similar to the Lord who came and fulfilled the law. ആ കൽപ്പനകൾ ദൈവത്തിന്റെ കൈകൊണ്ട് എഴുതിയ 10 കൽപ്പനകള് ഈ ഭൂമിയിലേക്ക് വന്ന ആ കൽപ്പനകളെ നിവർത്തിച്ച അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ നിവർത്തിച്ച യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. The pot of manna represents I am the bread of life. ആ മന്ന ഇട്ട് വെച്ചിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഞാൻ ജീവന്റെ അപ്പമാണെന്നുള്ള എന്ന് പറഞ്ഞ കർത്താവിനെയാണ്. And the dead stick that sprouted and even provided almonds represents a Lord who came resurrected and came back to life and giving us life. ആ തളിർത്ത വടിയും അതിൽ ബദാമുണ്ടായതും കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനെ കാണിക്കുന്നു. So when Israelites had to look at the ark and move forward, but in our situation it is always place Christ before us before we cross any Jordan in our life. ആ പെട്ടകം മുന്നിൽ കണ്ട് അതിന്റെ പിന്നാലെ പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിലും എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിനെ കണ്ടുകൊള്ളണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Just got 4 minutes left. Let's just jump to point 3. നമുക്ക് 4 മിനിറ്റ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. So we left the encampment at Shittim, and before Gilgal we had to cross Jordan, but beyond Jordan is what? Gilgal. Beyond Jordan is Gilgal. ശിത്തീമിൽ നിന്ന് പുറപ്പെട്ടു, ഇനി യോർദാൻ കടക്കണം, ഇനി അങ്ങ് മുന്നോട്ട് ചെന്നാൽ അവിടെ ഗിൽഗാലാണ്. Gilgal is a place of memorial. ഗിൽഗാല് ഓർമ്മയുടെ സ്ഥലമാണ്. They took 12 stones from River Jordan and planted on the other side of the river. അവർ യോർദാന്റെ ആഴങ്ങളിൽ നിന്ന് എടുത്തുള്ള കല്ലുകൾ ഗിൽഗാലിൽ നാട്ടണമായിരുന്നു. That monument will always remind them of the protection and the providence of their God. ആ കല്ലുകൾ അവരെ എപ്പോഴും ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കരുതലും അവരെ ഓർപ്പിക്കുമായിരുന്നു. Gilgal was a place of consecration and change. ഗിൽഗാല് അവരുടെ വിശുദ്ധീകരണത്തിന്റെയും അതുപോലെ വ്യതിയാനത്തിന്റെയും ഒരു സ്ഥലമായിരുന്നു. Once they crossed over, the uncircumcised male were circumcised and they were set apart for the Lord. അവര് ആ യോർദാൻ കടന്നെത്തിയപ്പോഴേ ഗിൽഗാലിൽ വെച്ച് അതുവരെ പരിശോധന ഏൽക്കാത്തവര് പരിശോധനയേറ്റ് സ്വർഗം
സ്വയം കർത്താവിനായി സമർപ്പിച്ചു. So just as you and I have an encampment, the last encampment before our heights of spiritual journey, Shittim, and then just as we come to move forward with our spiritual journey, that we have the obstacle of Jordan, we also have a place called Gilgal in our life, and that is a place of commemoration, looking back and reflecting on what the Lord has done in our life and consecrating us for more things, higher things, bigger things for the Lord. നമ്മള് ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ എന്നുള്ള തടസ്സം കടന്ന് അക്കരെ എത്തി കഴിഞ്ഞ കാലത്തെ നടത്തിപ്പുകളെ കുറിച്ച് ഓർത്ത് ദൈവത്തെ ആരാധിക്കാൻ, ആഘോഷിക്കാനുള്ള സ്ഥലമാണ്. അവിടെ സ്വയം വിശുദ്ധീകരിക്കാനുള്ള സ്ഥലമാണ്. Let me just conclude. We have almost out of time, but let me just conclude. As we look forward to the future in 2025, let us remind ourselves that we must leave our temporal comfort that we enjoy at Shittim. സമയം തീർന്നല്ലോ, ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മള് 24 കടന്ന് 25 പോകുമ്പോൾ നമ്മളുടെ അല്പമായ സുഖപ്രദമായ സ്ഥലമൊക്കെ വിട്ട് മുന്നോട്ട് പോകേണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. Let me with all love in my heart, humility in my life, ask you, forget about comfort, aim forward, even though you will see Jordan in front of you. എന്നെ വളരെ താഴ്ത്തിക്കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സുഖപ്രദമായ അവസ്ഥ മറന്ന് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുക. യോർദാൻ ഉണ്ടെങ്കിൽ പോലും we must do more in our loyalty and our faithfulness to the Lord. ദൈവത്തോടുള്ള വിശ്വസ്തതയിലും അവനോടുള്ള നമ്മുടെ സമർപ്പണത്തിലും നമ്മൾ കൂടുതൽ വളർന്നു വരേണ്ടതായിട്ടിരിക്കും. We must understand that before any Gilgal there is a Jordan. ഏത് ഗിൽഗാലിനും മുമ്പേ ഒരു യോർദാൻ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. To cross Jordan we must fix our eyes upon the ark, our Emmanuel. യോർദാൻ കടക്കണമെങ്കിൽ നമ്മുടെ ഇമ്മാനുവൽ ആയിട്ടുള്ള ആ ആർക്കിനെ നോക്കുക തന്നെ വേണം. We must always understand that beyond Jordan there is a Gilgal, a place of consecration and memory. യോർദാൻ അങ്ങോട്ട് കടന്നാൽ അവിടെ വിശുദ്ധീകരണത്തിന്റെയും അതുപോലെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഒരു സ്ഥലമുണ്ട് എന്ന് ഓർത്തിരിക്കുക. So my challenge to you at this last few minutes of 2024 is that you must make a decision to be done with the static Christian life and become very dynamic, even though future is uncertain, but be very dynamic and shine for the Lord because the world desperately needs them. 24 അവസാന നിമിഷങ്ങളായി ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം ഇരിക്കുന്ന ആ സ്വസ്ഥതയോടുള്ള അവസ്ഥ വിട്ടിട്ട് ഒരു ചലനാത്മകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കണം. നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങള് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും when we pray in just a minute, will you commit to doing that? നമ്മൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ വളരെ ചലനാത്മകമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? May the special blessings of the Lord be with you. നമ്മുടെ കൂടെ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ.